നമസ്തേ, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു വ്ളോഗാണ്, ട്രാവൽ വ്ളോഗാണ്. നമ്മൾ വെക്കേഷൻ ട്രിപ്പിന് ഗ്വാളിയറിലേക്ക് പോകുന്ന ഒരു യാത്ര കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. സോ നമ്മൾ 10:40 നമ്മളെ ഫ്ലൈറ്റ്, ഇൻഡിഗോ ആയിരുന്നു. അപ്പോൾ നമ്മൾ 2 കണക്റ്റഡ് ഫ്ലൈറ്റ് ആയിരുന്നു. 12:06 ബാംഗ്ലൂർ എത്തും. അവിടുന്ന് നെക്സ്റ്റ് മോർണിംഗ് 6 അല്ലെങ്കിൽ ഒരു 6:05 ഭോപ്പാലിലേക്കുള്ള നെക്സ്റ്റ് ഫ്ലൈറ്റ് നമ്മൾ കയറണം. അപ്പോൾ ഇതിപ്പോൾ ട്രിവാൻഡ്രം ടു ഗ്വാളിയറിലേക്ക് ഉള്ള ഒരു യാത്ര, മീൻസ് ഫ്ലൈറ്റ് ആണ്. 2 hours യാത്ര, 2 hours ആയിരുന്നു ബാംഗ്ലൂരിലേക്കുള്ള എത്താനുള്ള ഡ്യൂറേഷൻ. അപ്പോൾ നമ്മളിപ്പോൾ ചെക്കിൻ എല്ലാം കഴിഞ്ഞ് ഫ്ലൈറ്റിലേക്ക് പോവാണ്. അപ്പോൾ അതിൻ്റെ സൈഡിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സൈഡിൽ ഇങ്ങനത്തെ നമ്മൾ ഗ്ലാസ്സിൽ കൂടെ കാണാമല്ലോ താഴത്തേക്കുള്ള വ്യൂ ഒക്കെ, അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആദ്യം വിചാരിച്ചു ഭയങ്കര ബോറിംഗ് ആയിരിക്കും, കാരണം കണക്റ്റഡ് ഫ്ലൈറ്റ് ആകുമ്പോൾ ഒത്തിരി നേരം നമുക്ക് വെയിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 6 to 7 hours ബാംഗ്ലൂരിൽ നമ്മൾ നിൽക്കണമായിരുന്നു നെക്സ്റ്റ് ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്ത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഭയങ്കര ബോറിംഗ് ആയിരിക്കും, അറിയില്ല ഒക്കെ. പക്ഷേ കുഴപ്പമില്ലായിരുന്നു. അവിടുത്തെ എയർപോർട്ടൊക്കെ ആകുമ്പോൾ നല്ല ആംബിയൻസും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ നമുക്കത് സെറ്റ് ചെയ്ത് നിൽക്കാനൊക്കെ പറ്റി. അപ്പം ഇവിടെ ട്രാവൽ ചെയ്തിട്ടുള്ളവർക്കറിയാം, ഇവിടുത്തെ ഫ്ലൈറ്റ് സർവീസ് എന്ന് പറയുമ്പോൾ അത്രയും നല്ല കെയർഫുള്ളായിട്ട് നല്ല മെയിൻ്റെനൻസോടുകൂടി നല്ല സർവീസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ പോലും കംഫർട്ടബിളി യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഉള്ളത്. അപ്പോൾ കുറച്ച് കൂടുതൽ നേരം നിൽക്കേണ്ടി വന്നു ഈ ഒരു ലൈനിൽ. ഇത് ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന കേട്ടോ. അപ്പം ധ്യാനിങ്ങനെ അച്ഛൻ്റെ അടുത്തേക്ക് പോകാനെന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഈ സൈഡിൽ കാണുന്നതാണ് നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റ്. അപ്പോൾ ഒത്തിരി പേരുണ്ടാവുള്ളൂ. അപ്പോൾ കയറി വരുമ്പോൾ നല്ല ലേറ്റ് ആവും. ഫ്ലൈറ്റ് ടൈമിംഗ് 10:40 പറഞ്ഞിരുന്നെങ്കിലും ഒരു 11 o'clock ആയി നമ്മൾ ഫ്ലൈറ്റ് എടുത്തപ്പോഴത്തേക്കും. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങളുടെ ഫസ്റ്റ് ടൈം അല്ല എങ്കിൽ പോലും ഓരോ പ്രാവശ്യം കയറുമ്പോഴും അതിൻ്റേതായിട്ടുള്ളൊരു ഹാപ്പിനെസ് ഉണ്ടാകും. ഓരോ യാത്രയും ഡിഫറെൻ്റ് ആയിട്ട് ആയിരിക്കും ഉണ്ടാവുക. ഡിഫറെൻറ്റ് എക്സ്പീരിയൻസസ് ആണല്ലോ ഇതെല്ലാം. ഞങ്ങൾക്ക് 3 പേർക്കും എല്ലാവർക്കും ട്രാവൽ ചെയ്യാന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. സ്കൂളൊക്കെ ഓഫായ രീതിക്ക് എന്തായാലും എവിടെയെങ്കിലും പോവുകയും വേണം. അപ്പോൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പെട്ടെന്നെല്ലാം പാക്കിംഗ് എല്ലാം ചെയ്തിട്ടാണ്. ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടാനും ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങളുടെ സീറ്റൊക്കെ സെപ്പറേറ്റ് ആയിരുന്നു. പക്ഷേ എങ്കിൽ പോലും വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്ത് ഞങ്ങൾ ഗ്വാളിയറിലേക്കുള്ള യാത്ര തിരിച്ചു. അപ്പോൾ പ്രൊസീജിയേഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഫ്ലൈറ്റിലേക്ക് കയറാം കേട്ടോ. ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പിനെസ്സാണ് ആ ടൈം. നമ്മളെ എയർ ഹോസ്റ്റേഴ്സൊക്കെ വെൽക്കം ചെയ്യാണ്. അത് കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറി ഇനി സീറ്റിംഗ്. ഇനി സീറ്റൊക്കെ സെറ്റിലായി. നമ്മളെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് എടുത്തപ്പോൾ നമ്മൾ താഴത്തേക്ക് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ്. എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ളൊരു കാര്യമാണത്. നല്ലൊരു വ്യൂ ആണ് അവിടുന്ന്. എനിക്ക് തോന്നുന്നു ഇതിപ്പം നമുക്ക് ലാൻഡ് ചെയ്യാൻ സമയമായി. ബാംഗ്ലൂരിലൊക്കെ എത്താറായപ്പോഴത്തേനാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത്. നമ്മളെ ബാംഗ്ലൂരാണോ അല്ലല്ല, ഇത് ട്രിവാൻഡ്രമാണ്. നമ്മൾ ഫ്ലൈറ്റ് എടുത്തപ്പോൾ താഴത്തേക്കുള്ളൊരു വ്യൂ ഞാൻ ഇത് ചെയ്തതാണ് കേട്ടോ. സോ നമ്മൾ ട്രിവാൻഡ്രം സിറ്റി ഇത്ര കുഞ്ഞായിട്ട് കാണുന്നത്. ഇത് ഇനിയിപ്പോൾ നമ്മൾ ബാംഗ്ലൂർ എത്തി. 12:05 നമ്മൾ ബാംഗ്ലൂർ എത്തി. ഫ്ലൈറ്റ് എടുക്കാൻ ലേറ്റ് ആയെങ്കിലും കറക്റ്റ് സമയത്ത് തന്നെ ബാംഗ്ലൂർ നമ്മൾ റീച്ച് ചെയ്തു. അവിടുന്ന് നമുക്ക് പിന്നെ ഫുൾ ഫ്രീ ആയിരുന്നു. നൈറ്റും കൂടെ ആയതുകൊണ്ട് വലിയ റഷ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എവിടെ ഇരുന്നാലും ഒരു കാം ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ നേരം ഇപ്പോൾ ബാംഗ്ലൂരിൽ എയർപോർട്ടിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ കുറേ നേരം അവിടേക്ക് കുറച്ച് എക്സ്പ്ലോർ ചെയ്യാം. ഇനി എന്തായാലും ഒരുപാട് സമയമുണ്ടല്ലോ നെക്സ്റ്റ് ഫ്ലൈറ്റിന്.
അപ്പം ഉറങ്ങേണ്ട സമയമാണ് എങ്കിലും നമ്മളുടെ ആ ഒരു ആവേശം കാരണം അവിടെ അത്രയും ചുറ്റി നടക്കുകയാണ്. നമ്മൾ ട്രിവാൻഡ്രം എയർപോർട്ടിനെക്കാട്ടിലും കുറേ കൂടി വർക്ക്സും നല്ല കുറച്ചും കൂടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു എയർപോർട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബാംഗ്ലൂർ എയർപോർട്ട്, ബംഗളൂരു അവിടെ കുറച്ചുകൂടെ വലുതാണ് നമ്മൾ ട്രിവാൻഡ്രത്തിനെക്കാട്ടിലും. ഫസ്റ്റ് ടൈമായിട്ടാണ് ഞങ്ങൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ വരുന്നത്. അവിടുന്ന് ആദ്യമായിട്ടാണ് ഫ്ലൈറ്റ് കയറുന്നതും. സോ ട്രിവാൻഡ്രം ടു ബാംഗ്ലൂർ ഒരു 1.5 hours, ഒരു ഹാഫ് ആൻ അവേഴ്സിന് കൊണ്ട് എത്തി. അപ്പോൾ അവിടേക്ക് ഇങ്ങനെ ചുറ്റി കാണാണ്. ഇതവിടെ എന്തോ എൻ്റെ പേര് ഞാൻ മറന്നുപോയി. അവിടെ എന്തോ ചെയ്ത് വെച്ചേക്കുന്നത് സ്കൾപ്ചറാണ്. കണ്ടോ, ഫുള്ളിങ്ങനെ കാമായിട്ട് വലിയ റഷോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞങ്ങൾ ഇങ്ങനെ അവിടെ ഫുള്ളിങ്ങനെ ചുറ്റി കറങ്ങി നടക്കുമായിരുന്നു. അപ്പം നെക്സ്റ്റ് മോർണിംഗ് 6:05 ആയപ്പം അടുത്ത ഫ്ലൈറ്റിനുള്ള സമയമായി. അപ്പോഴത്തേനും നമുക്കെല്ലാവർക്കും കുറച്ച് ക്ഷീണമായിട്ടൊക്കെ ഇരിക്കുകയാണ്, ഉറക്കത്തിൻ്റെ ക്ഷീണം കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ബാംഗ്ലൂർ അത്രയും നേരം സ്റ്റേ ചെയ്തിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ ലഗേജ് വെച്ചത്. അപ്പോഴത്തേക്കും ഞങ്ങളത് ലാസ്റ്റാണ് വന്നത്. ഏകദേശം ലാസ്റ്റ് കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ലഗേജ് നമുക്ക് പിന്നെ കിട്ടിയത്. അങ്ങനെ അതിന് കുറേ നേരം വെയിറ്റിംഗ് ആയിരുന്നു. ഭോപ്പാൽ എന്ന് പറയുമ്പോൾ മധ്യപ്രദേശിലാണ് ഭോപ്പാൽ. അപ്പോൾ ഭോപ്പാൽ എയർപോർട്ട് ആയിരുന്നാലും നമ്മൾ മുമ്പേ വന്നിട്ടുള്ളതിൽ ഗ്വാളിയർ എയർപോർട്ട് ആയിരുന്നാലും എനിക്കത്ര സാറ്റിസ്ഫൈങ് ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. നമ്മൾ ട്രിവാൻഡ്രം എയർപോർട്ട് പോലെയോ ബാംഗ്ലൂർ എയർപോർട്ട് പോലെയോ അത്രയ്ക്ക് ഹൈടെക് ആയിട്ടോ അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഒരു അതിൻ്റെ ഒരു ഹെഡ് വെയ്റ്റ്, ഒരു എയർപോർട്ട് എന്നുള്ളൊരു ഫീല് നമുക്ക് ഇവിടുത്തെ മധ്യപ്രദേശിൽ ഞാൻ കണ്ടിട്ടുള്ള എയർപോർട്ടിലൊന്നും നമുക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ അവിടെ നമ്മൾ അച്ഛൻ പിക്ക് ചെയ്യാൻ വന്നു. അവിടെ നിന്നൊരു 5.5 hours യാത്രയുണ്ട് നമ്മൾ ഗ്വാളിയർ ക്വാർട്ടേഴ്സിലേക്ക്. പക്ഷെ ഞങ്ങളന്ന് അങ്ങനെ അന്ന് തന്നെ നമ്മൾ ഗ്വാളിയറിൽ വന്നില്ല. അവിടെ ഝാൻസി, ഓർച്ച പോലുള്ള കുറച്ച് ഫേമസ് സ്ഥലങ്ങളുണ്ട്. അവിടെ നമ്മൾ കറങ്ങിയിട്ട് നെക്സ്റ്റ് ഡേ ഗ്വാളിയറിൽ പോകാമെന്ന് വിചാരിച്ചു. കാരണം ഗ്വാളിയറിൽ ഫേമസ് ആയിട്ടുള്ളത് ഫോർട്ടാണ്, ഗ്വാളിയർ ഫോർട്ടാണ്. അതൊക്കെ ഞങ്ങൾ കഴിഞ്ഞ വരവിനെ കണ്ടിരുന്നു. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് നമ്മൾ അങ്ങോട്ടേക്ക് ഝാൻസിയിലേക്കുള്ള യാത്രയിൽ ഒരിടത്ത് ഇറങ്ങി നമ്മൾ ഷുഗർ കെയിൻ ജ്യൂസ് ഉണ്ടല്ലേ, കരിമ്പിൻ ജ്യൂസ്, ഇവിടെ കുറേ നമുക്ക് ഫാമിലിയിലായിട്ട് കാണാൻ പറ്റും. കരിമ്പിൻ ജ്യൂസ് കുടിക്കുകയാണ്. നല്ലതായിരുന്നു. നല്ല ഇവിടെ കുറച്ച് ചീപ്പ് റേറ്റിലേക്ക് കിട്ടും. നാട്ടിൽ നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ കരിമ്പിൻ ജ്യൂസ് കുടിക്കായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അതിന് മുമ്പിലോട്ടുള്ളൊരു ഹോട്ടൽ, ഡയമണ്ട് റെസ്റ്റോറൻറ്റ് എന്നെന്തോ ആണ് അതിൻ്റെ പേര്. അവിടെ ഫുഡ് കഴിക്കാൻ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നു. ഒരു 9-9:30 ആയി കാണും ആ സമയത്ത്. അവിടുന്ന് പിന്നെ നല്ലൊരു ഹട്ട് പോലെയൊക്കെ അത് ചെയ്തിട്ടുണ്ട്. അല്ലാതെ റെസ്റ്റോറൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പുറത്ത് ഹട്ട് പോലെയും ചെയ്തിട്ടുണ്ട്. സ്റ്റേജും സ്റ്റെയർകേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു. കുറേ ഊഞ്ഞാലും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ കഴിച്ചത് 2 പനീർ പൊറാട്ടയും 2 ആലു പൊറാട്ടയുമാണ് ഓർഡർ ചെയ്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അന്ന് ഭോപ്പാൽ നിന്ന് കഴിച്ച ഫുഡിനെ അപേക്ഷിച്ച് 3 സമയം കഴിച്ച ഫുഡിനെക്കാട്ടിലും ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ ഞങ്ങൾ കുറേ ചുറ്റിക്കറങ്ങി അവസാനം ഓർച്ച എത്തിയപ്പോൾ ഒരു നല്ല ഹോട്ടൽ കിട്ടി. ഓർച്ച ഗ്രാൻഡ് എന്നെന്തോ ആണ് ഹോട്ടലിൻ്റെ പേര്. അന്ന് രാത്രി പിന്നെ അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസമാണ് ഞങ്ങൾ ഝാൻസി ചുറ്റിക്കറങ്ങാനായിട്ട് പോയത്. നല്ല ഹോട്ടലായിരുന്നു. നമ്മൾ 3-4 ഹോട്ടലുകൾ ഇങ്ങനെ ചുറ്റിക്കറങ്ങി റേറ്റെല്ലാം ചോദിച്ചിട്ടാണ് ഇവിടെ വന്നെത്തിയത്. ഇവിടെ വന്നപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഓക്കെ ആയിരുന്നു. അതുകൊണ്ട് നല്ല നീറ്റും ക്ലീനും ആയിരുന്നു ഹോട്ടൽ, ഓർച്ച ഗ്രാൻഡ് എന്ന് പറഞ്ഞ ഹോട്ടൽ. പിന്നെ അവിടെ ഞങ്ങൾ സെറ്റിൽ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ ആണ് പോയത്. താങ്ക് യു.